ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസിന്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. NIB നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. ഇനി ഇതിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ബയോളജിക്കൽസിന്റെ ക്വാളിറ്റി, സേഫ്റ്റി, അതുപോലെ തന്നെ എഫിക്കാസി ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി റിക്രൂട്ട്മെന്റ് മോഡ് എന്ന് പറയുന്നത് 44 പോസ്റ്റ് ആണ് ടോട്ടൽ ഉള്ളത്. അതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയാണ് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ ഒരു ടോട്ടൽ വേക്കൻസി സ്നാപ്ഷോട്ട് നോക്കുവാണെങ്കിൽ ഒരു 7 പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സയന്റിസ്റ്റ് ഗ്രേഡ് 2, സയന്റിസ്റ്റ് ഗ്രേഡ് 3, ജൂനിയർ സയന്റിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ലബോറട്ടറി ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് 2. അപ്പം ഇത്രയും പോസ്റ്റുകളാണ് വരുന്നത്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വേക്കൻസീസ് നോക്കാം. സയന്റിസ്റ്റ് ഗ്രേഡ് 2 ആണെങ്കിൽ 2 വേക്കൻസീസ്, സയന്റിസ്റ്റ് ഗ്രേഡ് 3 ആണെങ്കിൽ 1 വേക്കൻസി, ജൂനിയർ സയന്റിസ്റ്റ് 12 വേക്കൻസി, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1 വേക്കൻസി, ഹിന്ദി ട്രാൻസ്ലേറ്റർ 1 വേക്കൻസി, ലബോറട്ടറി ടെക്നീഷ്യൻ 25 വേക്കൻസി, അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ 2 വേക്കൻസി. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സാലറി റേഞ്ച് ആണ് ഏറ്റവും ഹൈലൈറ്റ്. ഏറ്റവും കുറഞ്ഞ സാലറി വരെ മാക്സിമം 63,200 ആണ് വരുന്നത്. അപ്പം സയന്റിസ്റ്റ് ഗ്രേഡ് 2 ആണെങ്കിൽ പേ ലെവൽ 12 വരുന്നത്. 78,800 മുതൽ 2,09,200 വരെ വരുന്ന അട്രാക്റ്റീവ് സാലറി പാക്കേജ് ആണ് ഈ ഒരു പോസ്റ്റിന് വരുന്നത്. ഇനി ഓരോ പോസ്റ്റും എടുത്ത് നോക്കുവാണെങ്കിൽ പേ ലെവൽ 10, 7, 6, 2 അങ്ങനെ പല പേ ലെവലിലായിട്ട് വരുന്നുണ്ട്. എല്ലാം അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ വേക്കൻസിയും അതുപോലെ സാലറിയും പോസ്റ്റ് നെയിമും ഒക്കെ. ഇനി അടുത്തത് കാറ്റഗറി വൈസ് നോക്കാം. അപ്പൊ നമുക്കറിയാം ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് റിസർവേഷൻ ഉണ്ടാവും. അപ്പൊ കാറ്റഗറി വൈസ് വേക്കൻസി നോക്കുവാണെങ്കിൽ സയൻസ് ഗ്രേഡ് 2 അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് 2 വേക്കൻസി വരുന്നത്. സയന്റിസ്റ്റ് ഗ്രേഡ് 3 ആണെങ്കിൽ അതും അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ജൂനിയർ സയന്റിസ്റ്റ് ആണെങ്കിൽ SC കാറ്റഗറിക്ക് 2 വേക്കൻസി ഉണ്ട്, OBC കാറ്റഗറിക്ക് 5 വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് 3, EWS 2, അങ്ങനെ ടോട്ടൽ 12 വേക്കൻസീസ് വരുന്നുണ്ട്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി 1, ടോട്ടൽ 1 വേക്കൻസി ആണ് വരുന്നത്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററും അങ്ങനെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിയാണ് 1 വേക്കൻസി വരുന്നത്. ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ SC കാറ്റഗറി 4, ST 2, OBC 7, അൺറിസർവ്ഡ് 10, EWS 2, PWD 1, അങ്ങനെ ടോട്ടൽ 25 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ അത് അൺറിസർവ്ഡും EWSലും വരുന്നുണ്ട്. ടോട്ടൽ 2 വേക്കൻസീസ്. ഇങ്ങനെയാണ് കാറ്റഗറി വൈസ് സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഏജ് ലിമിറ്റ് നോക്കാം. ഓരോന്നിന്റെയും മാക്സിമം ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ് 8/4/2026. അപ്പൊ ഈ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ഏജ്. അപ്പൊ ഇതിന് മുന്നേ ആയിട്ട് ഇത് ഈ വയസ്സിൽ കൂടാനായിട്ട് പാടില്ല, അതാണ് പറയുന്നത്. അപ്പൊ സയന്റിസ്റ്റ് ഗ്രേഡ് 2 ആണെങ്കിൽ മാക്സിമം 45 വയസ്സാണ്, ഗ്രേഡ് 3 ആണെങ്കിൽ 35 വയസ്സാണ് മാക്സിമം, ജൂനിയർ സയന്റിസ്റ്റ് ആണെങ്കിൽ 30 വയസ്സാണ് മാക്സിമം, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണെങ്കിൽ 30 വയസ്സ്, ഹിന്ദി ട്രാൻസ്ലേറ്ററിനും ലബോറട്ടറി ടെക്നീഷ്യനും 30 വയസ്സ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ 27 വയസ്സാണ് മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ നോംസ് അനുസരിച്ച് SC, ST, OBC, PWBD അതുപോലെ എക്സ് സർവീസ്മെൻ ഈ കാറ്റഗറീസിനൊക്കെ നമ്മുടെ നോംസ് അനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് ക്വാളിഫിക്കേഷൻ ആണ്. സയന്റിസ്റ്റ് ഗ്രേഡ് 2 ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് മെഡിക്കൽ സ്ട്രീം ആണെങ്കിൽ MBBS ഫ്രം എ MCI റിക്കഗ്നൈസ്ഡ് മെഡിക്കൽ കോളേജ്. അപ്പൊ MCI റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ക്വാളിഫൈ ആയിട്ടുള്ള ഒരാളായിരിക്കണം. രണ്ടാമത്തേത് PG മെഡിക്കൽ ഡിഗ്രി ഇൻ മൈക്രോബയോളജി, മൈക്രോ കെമിസ്ട്രി, ഇമ്മ്യൂണോ ഹെമറ്റോളജി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഫാർമസോളജി, ബാക്ടീരിയോളജി, സെറോളജി ഓർ ഹെമറ്റോളജി. അപ്പം ഇതിലേതെങ്കിലും സ്ട്രീമിൽ PG ഉണ്ടായിരിക്കണം. സോറി. അടുത്തത് 5 years relevant post qualification experience. അപ്പോൾ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് 5 years എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് മെഡിക്കൽ സ്ട്രീമിൽ പറയുന്നത്. ഇനി നോൺ മെഡിക്കൽ സ്ട്രീം ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത്. അഗ്രിഗേറ്റ് 60% കുറയാനായിട്ട് പാടില്ല.
ഇൻ മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, ഫാർമസോളജി, റിലേറ്റഡ് ഡിസിപ്ലിൻ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരായിരിക്കണം. അഗ്രിഗേറ്റ് മാർക്ക് 60% മിനിമം വേണം. അടുത്തത് 7 years relevant experience or PhD in above disciplines. അപ്പോൾ ഒന്നെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഒരു PhD ഉണ്ടായിരിക്കണം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 പബ്ലിക്കേഷൻസ് ഇൻ ഇൻഡെക്സ്ഡ് ജേർണൽ. അപ്പോൾ ഇൻഡെക്സ്ഡ് ജേർണൽസിൽ ഒരു 5 പബ്ലിക്കേഷൻസ് എങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള വെയിറ്റേജ് കൂട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് സയന്റിസ്റ്റ് ഗ്രേഡ് 3, അതുപോലെ ജൂനിയർ സയന്റിസ്റ്റ്. ഇതിന്റെ രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ നോക്കാം. സയന്റിസ്റ്റ് ഗ്രേഡ് 3 വെറ്റിനറിയൻ ആണെങ്കിൽ MBBSc ഇൻ വെറ്റിനറിയൻ മെഡിസിൻ, വെറ്റിനറി പബ്ലിക് ഹെൽത്ത്, വെറ്റിനറി മൈക്രോബയോളജി, വെറ്റിനറി പാത്തോളജി or വെറ്റിനറി എപ്പിഡമോളജി. ഇനി 2 years എക്സ്പീരിയൻസ് ഇൻ വെറ്റിനറി പ്രാക്ടീസ്. അപ്പോൾ വെറ്റിനറി പ്രാക്ടീസിനും 2 years മിനിമം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഇനി ജൂനിയർ സയന്റിസ്റ്റ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മൈക്രോബയോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോകെമിസ്ട്രി, ബാക്ടീരിയോളജി, ഫാർമസോളജി, സിറോളജി, മോളിക്കുലർ ബയോളജി or ഫിസിയോളജി. ഇനി 1 year എക്സ്പീരിയൻസ് ഇൻ സ്പെസിഫൈഡ് ഏരിയാസ്. അപ്പോൾ സ്പെസിഫൈഡ് ഏരിയസിൽ 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ എന്ന് പറയുന്നത് 1 പബ്ലിക്കേഷൻ ഇൻ ആൻ ഇൻഡെക്സ്ഡ് ജേർണൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സയന്റിസ്റ്റ് ഗ്രേഡ് 2ന്റെയും ജൂനിയർ സയന്റിസ്റ്റിന്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലാംഗ്വേജ് പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ ആർട്സ്, കൊമേഴ്സ്, സയൻസ് വിത്ത് 50% മാർക്ക്. അപ്പം അഗ്രിഗേറ്റ് 50% മാർക്കോടെ പാസ്സായാൽ മതി. നിങ്ങളൊരു ആർട്സ് സ്ട്രീമിലോ കൊമേഴ്സോ സയൻസോ പഠിച്ചവരാണെങ്കിൽ, അതിൽ ഗ്രാജുവേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കും. ഇനി 5 years എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റോഴ്സ് ഓർ അക്കൗണ്ട്സ് ഇൻ എ ഗവൺമെന്റ് ഓർ ഓട്ടോണമസ് ഓർഗനൈസേഷൻ. ഒന്നെങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ സ്റ്റോർ അക്കൗണ്ട്സ് ഇതിലൊക്കെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഡിസൈറബിൾ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഓർ IT. കമ്പ്യൂട്ടറിലോ IT-ലോ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെയിറ്റേജ് കൂടുതലാണ്. ഇനി ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട്. ഒന്നെങ്കിൽ ഹിന്ദിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇംഗ്ലീഷ് ഒരു സബ്ജക്ട് ആയിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്താലും മതി, വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്റ്റ് ആണ്. ഇനി റിക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ സർട്ടിഫൈഡ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷനിൽ റിക്കഗ്നൈസ്ഡ് ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 വർഷത്തെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ലാബ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ BSc വിത്ത് സുവോളജി ആൻഡ് കെമിസ്ട്രി ഓർ BSc ഇൻ മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി അങ്ങനെ വരുന്ന റിലേറ്റഡ് ഫീൽഡ്സിൽ BSc സുവോളജിയിലോ ബാക്കിയുള്ളതിലൊരു അതിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ BScയിലോ ഒക്കെ ഈ ഏതെങ്കിലും ഫീൽഡിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ, ഇനി അല്ലെങ്കിൽ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ ഒരു 1 year പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ ലബോറട്ടറിയിൽ 1 year പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ 12th ക്ലാസ് പാസ്സായാൽ മാത്രം മതി, 50% മിനിമം മാർക്കോടെ. ഇനി ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 35 words per minute ആണ്. ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നെസസറി ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പം അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്തത് March 9-നാണ്. അപ്പം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് April 8-നാണ്. അപ്പോൾ April 8 വരെ മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിഫൈ ആയിട്ടുള്ളവർ വേഗം തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഹാർഡ് കോപ്പി സബ്മിഷനുള്ള ഡെഡ് ലൈൻ ആണ് 14/4/2026. April 14 നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. April 8 വരെ മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് നോക്കാം. ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് 0.25 പെർ റോങ് ആൻസർ ആണ് വരുന്നത്. ഇനി ക്വാളിഫൈങ് മാർക്ക് മിനിമം 60% ആണ്. അത് കഴിഞ്ഞ ഒരു പേഴ്സണൽ ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫൈങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഫൈനൽ സെലക്ഷൻ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ 40% സ്ക്രീനിങ് ടെസ്റ്റ്, 30% ക്രെഡൻഷ്യൽസ്, 30% പേഴ്സണൽ ഡിസ്കഷൻ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ,
ഇനി അടുത്തത് സെലക്ഷൻ പ്രോസസ്സ്. ബാക്കിയുള്ള പോസ്റ്റിന്റെ ആണെങ്കിൽ ജൂനിയർ സയന്റിസ്റ്റ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ക്വാളിഫൈങ് മാർക്സ് 50% ആയിരിക്കും. ഇനി EWS OBC ജനറൽ ആണെങ്കിൽ 40% ഫോർ ST ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആൻഡ് അസിസ്റ്റന്റ് 2 ആണെങ്കിൽ ഗ്രേഡ് 2 ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ക്വാളിഫൈങ് 60% ആണ് വരുന്നത്. സ്കിൽ ടെസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് 1.1:5 റേഷ്യോ ആയിരിക്കും. ഇനി ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് പേപ്പർ 1. അതിൽ ക്വാളിഫൈങ് 50% ആണ്. പേപ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ട്രാൻസ്ലേഷനും പ്രിൻസസ് എസ്സേ റൈറ്റിംഗും ഒക്കെ ആയിരിക്കും അതിലെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് കോണ്ടാക്ട് ഇൻഫർമേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇവരുടെ മെയിൽ ID ഒക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും അപ്ലൈ ചെയ്യാനും ഒക്കെ. മെയിൽ ID ഇതാണ്: recruitment.nib@nib.gov.in. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് nib.gov.in career1.aspx ആണ്. ഓക്കെ, ഇതാണ് ഇവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ വരുന്നത്, വെബ്സൈറ്റിന്റെ ലിങ്ക്. ഓക്കെ, ഇനി അടുത്തത് ക്വിക്ക് സമ്മറി ഒന്ന് നോക്കാം. അപ്പൊ ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ 44 പോസ്റ്റ് ആണുള്ളത്. സാലറി റേഞ്ച് വരുന്നത് 19,900 മുതൽ 2,09,200 വരെയാണ്. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ്. ഏപ്രിൽ 8 മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. സെലക്ഷൻ മോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, അതുപോലെ പേഴ്സണൽ ഡിസ്കഷൻ ആണ്. ഇനി PWD റിസർവേഷൻ വരുന്നത് 2 പോസ്റ്റിന് റിസർവ്ഡ് ആണ്. ഒന്ന് ജൂനിയർ അസിസ്റ്റന്റിനും പിന്നെ ലബോറട്ടറി ടെക്നീഷ്യനുമാണ്. ഇനി ആപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല സാലറി പാക്കേജ് വരുന്ന ഡിഗ്രി ഒരു ഫീൽഡിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ഡേറ്റ് മിസ്സാക്കാതെ അതിന് മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. താങ്ക് യു.